നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഏവർക്കും വിഷുദിനാശംസകൾ. ഇന്ന് വിഷുവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നൽകുന്നത്. 2025 വർഷത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. എങ്കിലും ഇത് മറ്റു വർഷങ്ങളിലും നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നതാണ്. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: വിഷുക്കണി ഒരുക്കുന്നത് വിഷുവിൻ്റെ തലേ ദിവസമാണോ പിറ്റേ ദിവസമാണോ എന്നുള്ളതാണ്. വിഷുക്കണി ഒരുക്കേണ്ടത് തലേ ദിവസമാണ്. എന്നാൽ ഇത് സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുന്ന സമയത്താവരുത്, അതിനുശേഷമുള്ള സമയത്തായിരിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സന്ധ്യയ്ക്ക് ദീപം തെളിയിക്കുമ്പോൾ കണി ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ അത് നിർമാല്യമായി തീരുന്നതാണ്. അത് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദീപം തെളിയിച്ച് അത് കെടുത്തിയതിന് ശേഷം വിളക്കൊക്കെ നന്നായി തേച്ച് കഴുകി വൃത്തിയാക്കി അതിനുശേഷം കണി ഒരുക്കാവുന്നതാണ്. അടുത്തത്, കണി ഒരുക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങൾ ആകാം എന്നുള്ളതാണ്. പാവയ്ക്ക കണി ഒരുക്കുന്നതിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കണി ഒരുക്കുന്ന താലത്തിൽ നിങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഏതൊരു ഫലവർഗവും ഉപയോഗിക്കാവുന്നതാണ്. ഓട്ടുരുളിയിൽ ചക്ക, മാങ്ങ, പൈനാപ്പിള്, ആപ്പിള്, പഴം, നാളികേരം, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫലവർഗവും ഉപയോഗിക്കാവുന്നതാണ്. മത്തനും കണിവെള്ളരിയും തീർച്ചയായും ഉൾപ്പെടുത്തേണ്ടതാണ്. പാവയ്ക്ക എന്ന പച്ചക്കറിക്ക് കയ്പുള്ളത് കൊണ്ടാവാം പണ്ടുകാലത്തെ തന്നെ അത് കണിയിൽ ഉൾപ്പെടുത്താതിരുന്നത്. എന്നാൽ നമുക്കിന്നറിയാം, പാവയ്ക്ക ആരോഗ്യത്തിന് വളരെയേറെ ഗുണപ്രദമായിട്ടുള്ള ഒരു പച്ചക്കറിയാണ്. പച്ചക്കറികളിൽ എല്ലാം തന്നെ കണിക്ക് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ പാവയ്ക്കയും ഉൾപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ കണിയുടെ ആദ്യ കാഴ്ചയിൽ തന്നെ പാവയ്ക്ക കാണുന്ന രീതിയിൽ വയ്ക്കാതെ കണിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് വയ്ക്കാവുന്നതാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: കണി ഒരുക്കുമ്പോൾ ഒന്നിലധികം പാത്രങ്ങളിൽ കണി വയ്ക്കുന്നതിൽ തെറ്റുണ്ടോ? കണി വയ്ക്കുമ്പോൾ ഒരു ഓട്ടുരുളിയിൽ വയ്ക്കുന്നതാണ് ഏറ്റവും അധികം ഗുണപ്രദം എന്ന് പറയുന്നത്. എങ്കിലും കണി വസ്തുക്കൾ ധാരാളമുള്ള സമയത്ത് ചിലപ്പോൾ തൊട്ടടുത്തായിട്ട് മറ്റൊരു പാത്രത്തിൽ അത് വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഏറ്റവും ശുഭത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോഹരമായിട്ട് നമ്മൾ ഈ ഒരു ഓട്ടുരുളിയിൽ തന്നെ ഇതിനെ അലങ്കരിച്ച് വയ്ക്കുന്നതാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: കണി വയ്ക്കുന്നതിന് കണിക്കൊന്ന പൂവ് ലഭിച്ചില്ല എങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് കിട്ടുന്ന കണിക്കൊന്ന പൂവ് ഉപയോഗിക്കുന്നതിൽ തെറ്റുണ്ടോ? ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് റിയാലിറ്റി ആണോ അതേ ആർട്ടിഫിഷ്യലായിട്ട് ഉള്ളതാണോ? കണിക്ക് കണിക്കൊന്ന പൂവ് കുറച്ചേ കിട്ടിയുള്ളൂ എങ്കിലും അത് വെച്ചാൽ മതിയാവും. അതിന് പകരമായിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള കണിക്കൊന്ന പൂവുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇനി അഥവാ കണിക്കൊന്ന ലഭിച്ചില്ല എങ്കിലും ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല. ഉള്ള വസ്തുക്കൾ ഉപയോഗിച്ച് സന്തോഷപൂർവ്വം കണിയൊരുക്കി കണി കാണുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മൾ കണിയൊരുക്കുമ്പോൾ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള കണിക്കൊന്ന പൂവ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഇത് ഒറിജിനൽ അല്ല എന്ന്. അപ്പോൾ നമ്മളെ തന്നെ അവിടെ പറ്റിക്കുകയാണ്. അങ്ങനെ പറ്റിച്ചുകൊണ്ട് ഒരു കണി കണ്ടതുകൊണ്ട് നമുക്ക് എന്ത് ഗുണമാണ് ലഭിക്കാൻ പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ കാഴ്ചയിൽ, ആ വർഷത്തിൻ്റെ ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മളൊരു ഫേക്കായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. അത് നമ്മുടെ വർഷം മുഴുവനും നമ്മളെ പിന്തുടരുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ചിലർ കെടാവിളക്കായിട്ട് വിളക്ക് തെളിയിച്ച് കണിയുടെ തലേ ദിവസം തന്നെ വയ്ക്കാറുണ്ട്. ചിലരാകട്ടെ മോർണിംഗിൽ തെളിയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഏത് രീതിയാണ് ശരി? ഏത് രീതിയാണ് ശരിയെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗികതയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതിൽ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കെടാവിളക്കായിട്ട് വിളക്ക് തെളിയിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കണി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് കണി കാണാവുന്നതാണ്. വിളക്ക് തെളിയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വീണ്ടും ദീപം തെളിയിക്കേണ്ടതുമില്ല. മാത്രമല്ല, നമുക്ക് പൂജാമുറിയിലോ മറ്റോ ഒക്കെ ആണ് ഇതുപോലെ കണി ഒരുക്കിയിരിക്കുന്നതെങ്കിൽ കുളിച്ച് ശുദ്ധമാവാതെ നമുക്ക് കണി കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന് കണി കാണുന്നത് ചിലപ്പോൾ ബാത്റൂമോ ടോയ്ലറ്റോ ഒക്കെ ആയിരിക്കും. അപ്പോൾ വീട്ടിലെ ആരാണോ കണി ഒരുക്കി മറ്റുള്ളവരെ കണി കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിക്ക് ആ വർഷത്തെ കണി നഷ്ടമാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും കണി കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ തൃപ്തികരമായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് കണി കാണണ്ട, മറ്റുള്ളവരെ മാത്രം കണി കാണിച്ചാൽ മതി എന്നാണെങ്കിൽ മോർണിംഗിൽ നിങ്ങൾ കുളിച്ച് ശുദ്ധമായി വന്ന്
വിളക്ക് കത്തിച്ചാൽ മതിയാവും. അല്ല, നിങ്ങൾക്ക് കൂടെ കണി കാണണമെന്നാണെങ്കിൽ കെടാവിളക്കായിട്ട് വിളക്ക് തെളിയിക്കുന്നതും മംഗളകരമാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 1 വർഷക്കാലം വരെ കണി കണ്ടുകൂടാ എന്ന് പറയുന്നത് ശരിയാണോ? ഇത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ പുലയുള്ള കാലഘട്ടത്തിലാണ് എങ്കിൽ നിങ്ങൾക്ക് കണി കാണാൻ സാധിക്കില്ല. എന്നാൽ 16 കഴിയുന്നതോടുകൂടി പുല വീടി കഴിയുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് കണി കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: കണി കാണുന്നതിന് കൃഷ്ണ വിഗ്രഹമോ കൃഷ്ണന്റെ ചിത്രമോ നിർബന്ധമായിട്ടും വയ്ക്കേണ്ടതുണ്ടോ? ഇതിപ്പോൾ പറയുകയാണെങ്കിൽ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമ്മളിത് ആരെ ഉദ്ദേശിച്ചാണ് ഈ കണി വയ്ക്കുന്നത്? അതുകൊണ്ട് തന്നെ കൃഷ്ണന്റെ വിഗ്രഹമോ കൃഷ്ണന്റെ ഒരു ചിത്രമോ ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വയ്ക്കുകയാണെങ്കിൽ അത് നമ്മളുടെ കണ്ണിന് ആനന്ദപ്രദമാവുന്നതുമാണ്. അതുപോലെ തന്നെ ഭഗവത് ദർശനത്തിലൂടെ നമ്മുടെ വിഷുക്കണി വളരെ ഐശ്വര്യപൂർണമായി തീരുന്നതായിരിക്കും. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: വിഷുക്കണി വയ്ക്കുമ്പോൾ ഒരു വാൽക്കണ്ണാടി കൂടി വയ്ക്കണമെന്ന് എല്ലാവരും പറയാറുണ്ട്. എന്തിനാണ് ഈ വാൽക്കണ്ണാടി വയ്ക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഈ കണ്ണാടി വയ്ക്കുക എന്നത് തന്നെ തത്വമസി എന്നൊരു പൊരുളാണ് അവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ കണി കാണുമ്പോൾ നമ്മളുടെ രൂപം തന്നെയാണ് ആ കണ്ണാടിയിലൂടെ പ്രതിഫലിച്ച് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ആ ചൈതന്യവും കൂടി കാണുക എന്നുള്ളത് മാത്രമാണ് കണ്ണാടി വയ്ക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: കണി വസ്തുക്കൾക്കൊപ്പം സ്വർണം, വസ്ത്രം, ധനം എന്നിവ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് 3ഉം നിർബന്ധമായിട്ടും വയ്ക്കേണ്ടതുണ്ടോ? കണിക്ക് ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നിബന്ധനയൊന്നുമില്ല, ഇന്നതേ വയ്ക്കാവൂ ഇന്നത് വയ്ക്കാൻ പാടില്ല എന്നൊന്നും. നമ്മുടെ കയ്യിൽ ഉള്ളത് എന്തൊക്കെയാണോ അതെല്ലാം നമുക്ക് കണിക്കായിട്ട് വയ്ക്കാവുന്നതാണ്. ഇത് പിറ്റേ ദിവസം നമ്മൾക്ക് തന്നെ കണ്ട് മനസ്സ് നിറഞ്ഞ് ആ ഒരു വർഷക്കാലം തന്നെ അതിൻ്റെ ഐശ്വര്യം നമുക്ക് ഉണ്ടാവാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്വർണം കയ്യിലില്ലാത്ത ഒരാളിന് സ്വർണം വയ്ക്കാൻ സാധിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഒരു വസ്ത്രം ഇല്ല, അയാൾക്കത് വയ്ക്കാൻ പറ്റില്ല. ധനമില്ല, ധനം വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കണിയിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കില്ല. ഇനി അത് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളത് വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാൽ ആരുടെയെന്നെങ്കിലും കടം മേടിച്ച ഒരു വസ്തു, ഇപ്പം സ്വർണ്ണം ഇല്ലാന്ന് കരുതി മറ്റൊരാളിൽ നിന്ന് കടം മേടിച്ച് അത് വയ്ക്കുകയാണെങ്കിൽ ആ വർഷം നിങ്ങൾക്ക് കടമായിരിക്കും മിച്ചമായിട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് വെച്ചോളൂ. അല്ലാതെ കടം മേടിച്ചും ഒന്നും ഇതിനായിട്ട് ഒരുക്കങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: നമ്മൾ വിഷുക്കണിയിൽ ധനം വയ്ക്കാറുണ്ടല്ലോ, അഥവാ നാണയങ്ങളും രൂപയും ഒക്കെ, അതെടുത്ത് കൈനീട്ടമായിട്ട് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണിയിൽ വയ്ക്കുന്ന നാണയം കണിയോടൊപ്പം ഉള്ളതാണ്. അത് എല്ലാ പേരും കണി ദർശിച്ചതിന് ശേഷം മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈനീട്ടം കൊടുക്കാനായിട്ട് നിങ്ങൾ വയ്ക്കുന്ന നാണയം അല്ലെങ്കിൽ രൂപ അത് കുറച്ച് മാറി എവിടെയെങ്കിലും വച്ചേക്കുക. അല്ലാതെ കണി ഇളക്കി അതിൽ നിന്ന് നാണയം എടുത്ത് കൊടുക്കുന്നത് തെറ്റായ രീതിയാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: കണി കണ്ട ശേഷം കുളിച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം മാത്രമേ കൈനീട്ടം സ്വീകരിക്കാവൂ എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ശരിയായ കാര്യമാണോ? ഇത് തികച്ചും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കണി കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി കുളിച്ച് ശുദ്ധിയായിട്ട് ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ചു വരിക. പുരുഷന്മാരാണെങ്കിൽ വെളുത്ത വസ്ത്രവും, സ്ത്രീകൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ പുറത്ത് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കില്ലേ, അങ്ങനെയുള്ള ഏതെങ്കിലും വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ട് വന്ന് അതിന് ശേഷം മാത്രം കൈനീട്ടം സ്വീകരിക്കുക. ചിലരൊക്കെ ഈ ഉടുത്തിരുന്ന നൈറ്റിയൊക്കെ ഇട്ട് അല്ലെങ്കിൽ ബർമൂഡയൊക്കെ ഇട്ട് വന്ന് കൈനീട്ടം വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് തികച്ചും തെറ്റായ രീതിയാണ് കേട്ടോ. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്തി കൈനീട്ടം സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും ഗുണപ്രദം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: കണി കാണാൻ ഏറ്റവും ഉത്തമമായ സമയം എപ്പോഴാണ്? ബ്രാഹ്മ മുഹൂർത്തമാണ് കണി കാണാൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള സമയം. അതുകൂടാതെ വിഷു സംക്രമം നടക്കുന്ന സമയവും ഗുണപ്രദമാണ്. ഇത്തവണത്തെ വിഷു സംക്രമം നടക്കുന്നത് 14-ാം തീയതി പുലർച്ചെ 3:21 AM അത് മുതൽ നിങ്ങൾക്ക് കണി കാണാവുന്നതാണ്. എന്നാൽ ബ്രാഹ്മ മുഹൂർത്ത സമയത്ത് കണി കാണണമെന്നുള്ളവർ 4:30-നും 5:20-നും ഇടയിലുള്ള സമയത്ത് കണി കാണുന്നതായിരിക്കും ഉത്തമം. ഇനി ഇതിനൊന്നും കഴിയാത്തവർ
സൂര്യോദയത്തിന് മുമ്പ് ഒരു 6:30 മുമ്പെങ്കിലും കണി കാണുന്നതാണ് ഉത്തമം. അടുത്ത ചോദ്യം ഇതാണ്: കണി വയ്ക്കുകയും കണി കാണുകയൊക്കെ ചെയ്യാറുണ്ട്, എന്നാൽ ക്ഷേത്രത്തിൽ പോകാൻ അവസരം കിട്ടാറില്ല. അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വിഷുദിനത്തിൽ കൈനീട്ടമൊക്കെ സ്വീകരിച്ചതിന് ശേഷം അടുത്തുള്ള ഒരമ്പലത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതിന് സാധിച്ചില്ല എന്ന് പറഞ്ഞ് അതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഭഗവാന്റെ ചിത്രങ്ങളോ പ്രതിമയൊക്കെ വച്ചിട്ട് വീട്ടിൽ തന്നെ പ്രാർത്ഥിച്ചാലും മതി. എങ്കിലും നമ്മുടെ ഹൈന്ദവ ആചാര രീതി അനുസരിച്ച് അമ്പലത്തിൽ പോയി ഭഗവത് ദർശനം നടത്തുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: എത്ര മണിക്ക് നമ്മൾ വച്ച കണി ഇളക്കാമെന്നുള്ളത്? പ്രധാനമായിട്ടും ഒരു 10 മണിക്കുള്ളിൽ കണിയെടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ചില സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം വരെ വച്ചിരിക്കാറുണ്ട്, അവരതിന് ശേഷമാണ് മാറ്റാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ 10 മണിക്കുള്ളിൽ കണിയെടുത്ത് മാറ്റിയിട്ട് അതിൽ നിന്നുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതാണ് ശരിയായ രീതി. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ഇത്തവണത്തെ മേടസംക്രമ വിളക്ക് വയ്ക്കേണ്ടത് ഏത് സമയത്താണ്? 14-ാം തീയതി പുലർച്ചെ 3:21 മേടരവി സംക്രമം വരുന്നത്. ആ സമയത്ത് 5 തിരിയിട്ട നിലവിളക്കിൽ നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കാവുന്നതാണ്. അതാണ് ശരിയായ രീതി. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: നമുക്ക് കൈനീട്ടം കിട്ടിയ ധനം നമ്മൾ എങ്ങനെയാണ് ചിലവഴിക്കേണ്ടത്, അല്ലെങ്കിൽ അതെന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ കൈനീട്ടം ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ്. അതിന് ഒരു ധനത്തിൻ്റെ രൂപമാണുള്ളത്. ഈ ധനം നമ്മൾ സൂക്ഷിച്ചു വെക്കണം. നമ്മുടെ അലമാരയിലോ നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ പൂജാമുറിയിൽ തന്നെ നമുക്കിത് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ചിലരാകട്ടെ ഇങ്ങനെ കിട്ടുന്ന ധനം ക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകൾക്കായിട്ട് വിനിയോഗിക്കാറുണ്ട്. അതും ഗുണകരം തന്നെയാണ്. ഇവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ ആദ്യമായിട്ട് കിട്ടുന്ന കൈനീട്ടത്തെക്കുറിച്ചാണ്. കൈനീട്ടം എന്ന് പറയുന്നത് തന്നെ ആദ്യമായി കിട്ടിയതാണ്. അതിനുശേഷം കിട്ടുന്നതൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ സന്തോഷപൂർവ്വം കിട്ടുന്ന ഒരു മണി, അത്ര മാത്രമേ ഉള്ളൂ. ആദ്യം കിട്ടിയ ധനമാണ് ഇത്തരത്തിൽ സൂക്ഷിച്ചു വയ്ക്കേണ്ടത്. അതിനുശേഷം അത് അമ്പലത്തിലൊക്കെ ചിലവഴിക്കേണ്ടത്. അല്ലാതെ നമുക്ക് കിട്ടുന്ന ഇതുപോലെ ഗിഫ്റ്റായിട്ട് കിട്ടുന്ന ധനം അത് നിങ്ങൾക്ക് സ്വീകരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചിലവഴിക്കാവുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിഷുവുമായി ബന്ധപ്പെട്ട കുറേയധികം ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇവിടെ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമായിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അവയെ ഉൾപ്പെടുത്തി മറ്റൊരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി താല്പര്യപ്പെടുന്നു. ഏവർക്കും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവും ആരോഗ്യപൂർണവുമായിട്ടുള്ള വിഷു ആശംസിക്കുന്നു. നമസ്കാരം.